ഹായ് എവ്രി വൺ, എൻ്റെ പേര് ദിയ ഫാത്തിമ. ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. ഇവിടെ ഒരു ക്യാമ്പിന് ഞാൻ വന്നപ്പോഴത്തേക്കും PM ഫൗണ്ടേഷന് 3 ദിവസത്തെ ക്യാമ്പെന്ന് എൻ്റെ മനസ്സിൽ വന്നപ്പോൾ എനിക്ക് എങ്ങനെയാണ് ഒരു ക്യാമ്പ് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്ന് യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. അറിയാത്ത കുറേ ആൾക്കാരുടെ കൂടെ 3 ദിവസം ചിലവഴിക്കുക. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ദിവസം കൊണ്ട് തന്നെ നല്ല കുറേ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ പറ്റി. നല്ല കമ്പനിയായി. ഇവിടെ നടന്ന ക്ലാസ്സുകൾ, ഓരോ സെഷനെയും പറ്റിയും കുറേ പറയാനുണ്ട്. ഓരോ സെഷനും നമുക്ക് ഓരോ വാല്യൂ ആയിരുന്നു തന്നിരുന്നത്. നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അവർ തന്നെ മനസ്സിലാക്കി അതിനൊരു സൊല്യൂഷൻ തരുമായിരുന്നു. നമ്മുടെ ഒപ്പീനിയൻസിനെ ശരിക്കും അവർ വാല്യൂ നൽകിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നടന്ന കൾച്ചറൽ പ്രോഗ്രാംസ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു ക്രൗഡിന് മുമ്പിൽ പെർഫോം ചെയ്യുന്നതിൽ വലിയ കോൺഫിഡൻസിന് വലിയ പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് നിന്നപ്പോഴത്തേക്കും ഓരോ കുട്ടികളുടെ കോൺഫിഡൻസ് ലെവല് കുറയുന്നത് കാണുമ്പോൾ ഇവിടുത്തെ സാറുമാർ ശരിക്ക് അവർക്ക് കോൺഫിഡൻസ് നൽകി അവരെ മുന്നോട്ട് കൊണ്ടുവരികയാണ് ചെയ്തത്. ഞാൻ ഈ പ്രോഗ്രാമിന് പങ്കെടുക്കുന്നില്ലെന്ന് പറഞ്ഞ് വരെ നിന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇതിന് വന്നതിൽ എനിക്ക് യാതൊരു കുറ്റബോധം ഉണ്ടാവുന്നില്ല. കാരണം വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എനിക്കിവിടെ ശരിക്ക് ഒരു പ്രൊമിനൻ്റ് ആയിട്ടൊരു കാര്യം തോന്നിയത്, ഇവിടെ എല്ലാവരെയും വർക്കിംഗ് സ്റ്റാഫ് മുതൽ സ്റ്റുഡൻസ് ആയാലും ഒഫീഷ്യൽസ് ആയാലും ഗസ്റ്റ് ആയാലും എല്ലാവരെയും ഒരേപോലെയാണ് ട്രീറ്റ് ചെയ്തിരുന്നത്. ഞങ്ങളിവിടെ കഴിക്കാൻ വേണ്ടി വരാൻ നേരമൊക്കെ നോക്കുവാണെങ്കിൽ കാണാം, ഇവിടെ ജോലി ചെയ്യുന്നവരായാലും അല്ലെങ്കിൽ ഒഫീഷ്യൽസോ ഞങ്ങൾക്കോ എല്ലാവരും ഒരേപോലെ ഒരുമിച്ചിരുന്നു ഒരേ ഭക്ഷണമായിരുന്നു കഴിക്കുന്നത്. സാധാരണ നമ്മൾ കണ്ടുവരാത്തൊരു കാര്യമാണ്. എനിക്കിത് വളരെ നന്നായിട്ട് തോന്നി, എല്ലാവരും ഈക്വലി ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെന്താ, നല്ല ക്ലാസ്സുകളാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ നല്ല കൾച്ചേഴ്സിനെ പരിചയപ്പെടാൻ പറ്റി, കുറേ നല്ല ആൾക്കാരെ പരിചയപ്പെട്ടു. താങ്ക് യു. ഹലോ, എൻ്റെ പേര് അങ്കിത്. ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. ഞാനിപ്പം PM ഫൗണ്ടേഷൻ്റെ 3 ദിവസത്തെ ക്യാമ്പ് കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ PM ഫൗണ്ടേഷൻ്റെ ക്യാമ്പ് ഇൻ്റലക്ച്വലിയും സോഷ്യലിയും ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമുക്ക് ക്യാമ്പാണ്, അതുകൊണ്ട് റെസിഡൻഷ്യൽ ക്യാമ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഹോസ്റ്റലിൽ നിൽക്കേണ്ടി വന്നു. അതിലൂടെ തന്നെ നമ്മൾ കുറേ പുതിയ ഫ്രണ്ട്ഷിപ്സും മിങ്കിൾ ചെയ്യാനും സോഷ്യലായിട്ട് കുറേ പഠിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അതും നല്ലൊരു ആസ്പെക്റ്റാണ്. അതുകൂടാതെ തന്നെ ക്യാമ്പിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ക്ലാസ്സസാണ്, സെഷൻസാണ്. അത് ഭയങ്കര ടാലൻറ്റഡായിട്ടും ക്വാളിഫൈഡും ആയിട്ടുള്ള ഫാക്കൽറ്റിയാണ് ടീച്ച് ചെയ്തത്. അവരുടെ സെഷൻസ് ശരിക്കും ലൈഫ് ചേഞ്ചിങ് തന്നെയായിരുന്നു. കാരണം അവർ തരുന്ന അഡ്വൈസും അവർ തരുന്ന ടിപ്സും അവരുടെ തിയറീസും ക്ലാസ്സസൊക്കെ കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റിങ്ങും ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് ശരിക്കും, ഈ ക്യാമ്പ് ശരിക്കും ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. എനിക്ക് തോന്നുന്നു ഫ്യൂച്ചറിൽ ഞാൻ എന്തായാലും ഈ ക്യാമ്പും അതിൻ്റെ മെമ്മറീസ് എന്തായാലും ഓർത്ത് വെക്കും. കാരണം അത്രയ്ക്കും ഇമ്പാക്റ്റ്ഫുള്ളും ഇൻഫ്ലുവൻഷ്യലും ആയിട്ടുള്ള ഒരു ക്യാമ്പായിരുന്നു ഇത്. എസ്പെഷ്യലി മുഹമ്മദ് ഐക്കൺ സാറിൻ്റെ അൺയൂഷ്വൽ എക്സ്പീരിയൻസസ് എന്ന് പറഞ്ഞ ക്ലാസ്സും ഭയങ്കര ഇമ്പാക്റ്റ്ഫുൾ ആയിരുന്നു. സോ ഇറ്റ്സ് ട്രൂലി ആൻ അൺഫർഗെറ്റബിൾ എക്സ്പീരിയൻസ്. താങ്ക് യു. ഹായ് ഓൾ, ഞാനിപ്പോൾ നിൽക്കുന്ന PM ഫൗണ്ടേഷൻ 3 ദിവസത്തെ ക്യാമ്പിൻ്റെ അവസാനത്തെ ദിവസത്തിലാണ്. സത്യം പറയുകയാണെങ്കിൽ ആദ്യത്തെ ദിവസം ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ പരിചയമൊന്നും ഇല്ലാത്തവരായിരുന്നു, പല സ്ഥലത്തുനിന്ന് വരുന്നവരായിരുന്നു. അങ്ങനെ കുറേ പേടിയുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട്സൊന്നുമില്ല. അപ്പം ഇവരുമായിട്ട് എങ്ങനെ മിങ്കിൾ ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസം കുറച്ച് ഡള്ളായിരുന്നു. പക്ഷേ ആദ്യത്തെ ദിവസം തന്നെ നല്ല സെഷൻസ്, നല്ല ഫാക്കൽറ്റീസ് വന്ന് നമുക്ക് ക്ലാസ് എടുത്തു. പിന്നെ അത് തന്നെ ഹോസ്റ്റലിൽ പോയപ്പോൾ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്തു. പിന്നെ ഈ സെഷൻസ് കൊണ്ട് എനിക്ക് ഏറ്റവും വളരെ ഒരു ഉപകാരം ഉണ്ടായത്, എനിക്ക് ആളുകളോട് സംസാരിക്കാൻ കുറച്ചും കൂടെ മിങ്കിൾ ആവാനും പബ്ലിക് സ്പീക്കിങ്ങിനൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിട്ട് ക്ലാസ് ഉണ്ടായിരുന്നു. മുഹമ്മദ് ഐക്കൺ സാറിൻ്റെ ആ ഒരു അൺയൂഷ്വൽ എക്സ്പീരിയൻസ് എന്ന ക്ലാസ് വളരെ സത്യത്തിൽ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നീട് പറയുകയാണെങ്കിൽ ഇവിടുന്ന് കുറേ നമുക്ക് ഫ്രണ്ട്സിനെ ഉണ്ടാകാൻ കഴിഞ്ഞു. ഓരോരോ സ്ഥലങ്ങളെപ്പറ്റി അറിയാൻ കഴിഞ്ഞു. കുറേ പുതിയ കാര്യങ്ങൾ ഓരോ ദിവസവും പഠിച്ചു. ഇപ്പോൾ ഞങ്ങളിപ്പോൾ പോകാനിരിക്കുമ്പം എല്ലാവർക്കും ചെറിയെങ്കിലും വിഷമമെങ്കിലും കാണും. പക്ഷേ നമ്മൾ ഇവിടെ നിന്ന് കിട്ടിയ അറിവ് ഇനിയും നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ എല്ലാവരെയും ആശംസിക്കുന്നു. നന്ദി. ഹലോ എവ്രി വൺ, ഞാൻ ഹിസ മിൻഹ, വയനാട് ജില്ലയിലെ WHSS പെണങ്ങോട്ടിലെ +1 വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് 3 ദിവസമായി ഇവിടെ സാഫി കോളേജിൻ്റെ ക്യാമ്പസിലാണുള്ളത്. ഇപ്പോൾ ഞങ്ങൾ അവസാനത്തെ ദിവസമാണ്. ഇതിപ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. കാരണം 13 ജില്ലകളിൽ നിന്ന് വ്യത്യസ്ത കാലിബറുള്ള കുട്ടികളെ മീറ്റ് ചെയ്യാൻ പറ്റി, അവരെ കൂടെ ഫ്രണ്ട്സായി. അങ്ങനെ ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ വന്ന ഓരോരുത്തർക്കും ജീവിതത്തിൽ എന്തായാലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. സ്റ്റാൻഡേർഡ് ക്ലാസ്സസ്, എന്താ പറയുക, അത്രക്കും
എല്ലാവർക്കും നിലവാരമുള്ള ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്തു. അതിൽ ഇന്നലെ വന്ന ഞങ്ങൾ ഐക്കൻ സാറ് പറഞ്ഞു തന്നപ്പം ഇവിടെ വന്ന് പബ്ലിക് സ്പീക്കിങ്ങിന് തീരെ ധൈര്യമില്ലാത്ത ആൾക്കാർക്ക് വരെ ഇവിടെ നിന്ന് സംസാരിക്കാൻ PM ഫൗണ്ടേഷൻ ഒരുക്കി തന്നത് വലിയൊരു നടപടി തന്നെയാണ്. ഇനിയും ഇതുപോലത്തെ കുറേ ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി. ഹായ്, ഞാൻ ലാന ഫാത്തിമ, മലപ്പുറം ജില്ലയിലെ തിരൂർ ഭാഗത്തു നിന്നാണ് വരുന്നത്. എൻ്റെ ഇവിടുത്തെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ട്രൂലി ഞാൻ പ്രെഡിക്റ്റ് ചെയ്യാത്തൊരു ടൈപ്പായിരുന്നു. ഒബ്വിയസ്ലി എനിക്ക് എൻ്റെ പാരൻസാണത് എനിക്ക് അയച്ചു തന്നത്. ആൻഡ് അതിൻ്റെ ബേസിൽ ഞാൻ എക്സാം ചെയ്തത്. അന്ന് എറണാകുളത്തെ അവാർഡ് ഫംഗ്ഷന് വന്നതിന് ശേഷമാണ് എന്താണ് ഇതിൻ്റെ മെയിൻ പർപ്പസ്, ലൈക്ക് PM ഫൗണ്ടേഷൻ എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത്. ആൻഡ് ഞാൻ എനിക്ക് സ്കൂളിൽ ഇപ്പോൾ വെക്കേഷൻ ക്ലാസ് ഉണ്ട്, ലൈക്ക് എൻട്രൻസ് കോച്ചിങ് ഉണ്ട്, അതൊക്കെ വിട്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. കാരണം അത്രയും ലൈക്ക് നമുക്ക് ഒരിക്കാലത്ത് മറക്കാൻ പറ്റാത്ത നല്ല എക്സ്പീരിയൻസ് ഇവിടുന്ന് കിട്ടുള്ളൂ എന്ന് ഞാൻ ഉറപ്പുതരാം. അത്രയും നമുക്ക് ഫാക്കൽറ്റീസ് ആണെങ്കിലും ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റസ്റ്റ് ആയിരുന്നു അവർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫുഡായാലും അക്കോമഡേഷൻ ആയാലും ഒന്നും നമുക്ക് കുറ്റം പറയാനോ രീതിയിലൊന്നുമില്ല. എല്ലാം നമ്മളെ ഫെസിലിറ്റീസ് നമുക്ക് ലൈക്ക് വീട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ് ഞാനൊക്കെ വീട്ടിൽ നിൽക്കുന്നത്. ലൈക്ക് ക്യാമ്പ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ളൊരു എക്സ്പീരിയൻസാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടിയത് ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് തന്നെ നല്ലതായതിലേക്ക് നല്ല സന്തോഷമുണ്ട്. ആൻഡ് ബാക്കിയൊക്കെ നമുക്ക് ഇവിടുന്ന് നമ്മുടെ ക്യാരക്ടർ അനുസരിച്ചൊക്കെയാണ് നമുക്ക് ഓരോന്നും ഇവിടുത്തെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു വേ ഡിഫറെൻ്റ് ആവുന്നത്. ആൻഡ് ഐ തിങ്ക് ഇവിടെ വന്ന് എല്ലാവരും ഇത് എൻജോയ് ചെയ്തിട്ടുണ്ടാവും മോർ ദാൻ സ്റ്റഡിയിങ് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു. ഹലോ, എൻ്റെ പേര് ആദിത്ത്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ആദ്യമായിട്ടാണ് ഞാനൊരു ക്യാമ്പിന് തന്നെ വരുന്നത്. അപ്പോൾ ഞാൻ എന്ത് എക്സ്പെക്റ്റ് ചെയ്തു, എനിക്കൊരു എക്സ്പെക്റ്റേഷൻസേ ഉണ്ടായിരുന്നില്ല ഈ ക്യാമ്പിലേക്ക് വരുമ്പോൾ. പക്ഷേ ഞാൻ വിചാരിച്ചതിനേക്കാളും എല്ലാത്തിനെയും മറികടന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഇവിടുന്ന് കിട്ടിയത്. ഇവിടെ ഉണ്ടായിരുന്ന എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയ സാറുമാരും പ്രീവിയസ് ഫെലോസും ഇവിടുത്തെ എല്ലാ ഫാക്കൽറ്റീസും ഒരു ലാസ്റ്റിംഗ് ഇംപ്രഷനാണ് എനിക്ക് തന്നത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ ക്യാമറയുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നത് തന്നെ എനിക്ക് മുമ്പ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. അപ്പോൾ അത് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് PM ഫൗണ്ടേഷന് വലിയൊരു ബിഗ് താങ്ക്സ്. ഹലോ ഓൾ, എൻ്റെ പേര് ഹൗന മുക്രം. ഞാൻ മലപ്പുറം ജില്ലയിലെ PPM HSS കൊട്ടുകരയിലെ +1 കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻ്റാണ്. PM ഫൗണ്ടേഷൻ്റെ 3 days ഇൻ-ഹൗസ് വർക്ക്ഷോപ്പ് ഇറ്റ് വാസ് എൻ അമേസിങ് എക്സ്പീരിയൻസ്. കാരണം എല്ലാം കൊണ്ടും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സെഷൻസ് ആണെങ്കിലും ബാക്കി എല്ലാ ഫെസിലിറ്റീസ് ആയിരുന്നെങ്കിലും ഏറ്റവും നല്ല രീതിയിൽ തന്നെ ആയിരുന്നു. ഈ 3 days നന്നായിട്ട് എൻജോയ് ചെയ്യാൻ സാധിച്ചു. കാരണം മുൻപ് പല ക്യാമ്പുകളും അറ്റൻഡ് ചെയ്തിരുന്നു, പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള സെഷൻസ് ആയിരുന്നു. ഓരോ സെഷൻസിൻ്റെ ടോപ്പിക്സ് ആണെങ്കിലും അതെടുക്കാൻ വന്ന ഫാക്കൽറ്റീസ് ആയിരുന്നെങ്കിലും എല്ലാം നല്ല വെറൈറ്റി ആയിരുന്നു. ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ് വാസ് വെരി യൂസ്ഫുൾ. ഒരുപാട് കാര്യങ്ങൾ നേടാൻ സാധിച്ചു. എന്തൊക്കെയോ പുതിയതായിട്ട് ചെയ്യണം എന്നുള്ളൊരു തോട്ടൊക്കെ ഉള്ളിൽ വന്നു. അങ്ങനെ എന്തുകൊണ്ടും സെഷൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും അടിപൊളിയായിരുന്നു. പിന്നെ ബാക്കി എല്ലാ സപ്പോർട്ടും, അതായത് ക്യാമ്പിൻ്റെ കോർഡിനേറ്റേഴ്സ് ആണെങ്കിലും സാഫി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ബാക്കിയുള്ള സ്റ്റാഫ് ആണെങ്കിലും അതുപോലെ ഞങ്ങളുടെ മെൻറ്റേഴ്സ് ആണെങ്കിലും എല്ലാവരും എല്ലാം കൊണ്ടും നല്ല സപ്പോർട്ടീവായിരുന്നു. അവരുടെയൊക്കെ നല്ല കമ്പനി ആവാൻ സാധിച്ചു. അങ്ങനെ ഒരു നല്ല റിലേഷൻഷിപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. പിന്നെ മലപ്പുറം കേരള സ്റ്റേറ്റിൽ തന്നെ 13 ഡിസ്ട്രിക്റ്റിലെ ദ സ്മാർട്ടസ്റ്റ് ബഞ്ചിനായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ സാധിച്ചു. ദാറ്റ് ഇറ്റ് സെൽഫ് വാസ് എൻ അമേസിങ് എക്സ്പീരിയൻസ്. അതുപോലെ തന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം ഇവിടുത്തെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒന്നിനൊരു കുറവുണ്ടായിരുന്നില്ല. കാരണം അത്രയും അടിപൊളിയായിരുന്നു. എല്ലാവർക്കും നല്ലത് മാത്രമേ പറയാനുള്ളൂ. സോ എല്ലാം കൊണ്ടും ഇറ്റ് വാസ് എൻ അമേസിങ് എക്സ്പീരിയൻസ്. ഇറ്റ് വാസ് വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി. സോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. ഹായ് ഓൾ, മൈസെൽഫ് ഹിത പുലുത്തടി. ഞാൻ അരീക്കോട് SOHSS സ്കൂളിലെ +1 ബയോസയൻസ് വിദ്യാർത്ഥിനിയാണ്. ഈ ക്യാമ്പ് ഞാൻ ഇതിനു മുന്നേ ഒരുപാട് ക്യാമ്പുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് PM ഫൗണ്ടേഷൻ്റെ ക്യാമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിലുള്ള ഓരോ സെഷൻസും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതായിട്ടാണ് ഉണ്ടായിരുന്നത്. അത് ഫാക്കൽറ്റീസ് ആണെങ്കിലും ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റീസാണ് നമുക്ക് ഇവിടെ വന്നിരുന്ന ഓരോരുത്തരും. അതുപോലെ തന്നെ നമുക്ക് സെഷൻസിൻ്റെ ടോപ്പിക്സ് ആണെങ്കിലും നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത, ഇതുവരെ സെഷൻസ് എടുത്തിട്ടില്ലാത്ത രീതിയിലുള്ള ടോപ്പിക്സിൻ്റെ ഡീപ്പറിലേക്ക് നമ്മൾ പോയിട്ട് അത്രക്കും അടിപൊളിയായിട്ടാണ് സെഷൻസ് ഉണ്ടായിരുന്നത്. സെഷൻസ് മാത്രമല്ല ബാക്കി എല്ലാ കാര്യങ്ങളായാലും അത്രക്കും പെർഫെക്ഷനിലാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും, ഓരോ മൊമെൻറ്റും ഓരോ സെക്കൻഡും ഞങ്ങൾ നീങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു 3 days എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത, നമുക്ക് അത്രക്കും യൂസ്ഫുൾ ആയിട്ടുള്ള, നമ്മുടെ ഫ്യൂച്ചറിലൊക്കെ അത്രക്കും യൂസ്ഫുൾ ആയിട്ട് നമുക്ക് കിട്ടിയ ഒരു മൊമെൻറ്റ്സ് ആയിരുന്നു. ആൻഡ് എൻ്റെ ജൂനിയേഴ്സിനോട് പറയാനുള്ളത് ഈ PM ഫൗണ്ടേഷൻ്റെ എക്സാംസ് അറ്റൻഡ് ചെയ്യുക, ഈ ഒരു പോയിന്റിലേക്കൊക്കെ എത്തുക, ഈ ക്യാമ്പുകളൊക്കെ അറ്റൻഡ് ചെയ്യുക. ആൻഡ് അതൊക്കെ ലൈഫിൽ ഒരിക്കലും നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത അത്രക്കും യൂസ്ഫുൾ ആവുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഒരിക്കലും അത് ഒരു റിഗ്രറ്റ് ഇല്ലാത്തൊരു കാര്യമായിരിക്കും, അതിലൊരു സംശയവുമില്ല. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.
ഹായ്, എൻ്റെ പേര് ലക്ഷ്മി നന്ദ. ഞാൻ മലപ്പുറത്തു നിന്നാണ് വരുന്നത്. ഫസ്റ്റായിട്ട് ഈ PM ഫൗണ്ടേഷൻ എന്ന് അറിയുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു. ബേസിക്കലി ഇത് ക്യാമ്പ് എങ്ങനെയാവുന്ന ഇറ്റ്സ് മൈ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ്. അതുപോലെ തന്നെ ഞാനിതൊരു ക്യാമ്പ് അറ്റൻഡ് ചെയ്തിട്ടില്ല. ആൻഡ് ഇറ്റ്സ് ഓൾസോ ദ ഫസ്റ്റ് ടൈം ഐ എം സെപ്പറേറ്റിംഗ് ഫ്രം മൈ ഫാമിലി ഫോർ ദ 3 days. ഓരോ സെക്ഷൻസ് എന്ന് പറയുന്നത് വാസ് എക്സൈറ്റിംഗ്. ഓരോ പുതിയ ലെസൺസ് നമുക്ക് എന്തെങ്കിലും ഒരു ഈവൻ 1 point നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ നോളേജ് ഇൻക്രീസ് ചെയ്യാൻ ഓരോ സെക്ഷൻസ് കഴിഞ്ഞു. സെവറൽ സിവിൽ സർവീസ് ആക്സ്പിരൻസ്, അങ്ങനെയുള്ള കുറേയധികം നമ്മുടെ പ്രൊഫഷനായിട്ട് ലീഡ് ചെയ്യാൻ കുറേയധികം സെക്ഷൻസ് നമുക്ക് ഇവിടുന്ന് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. സോ ഇറ്റ് വാസ് എ ബേസിക്കലി എ വെരി വണ്ടർഫുൾ എക്സ്പീരിയൻസ് ദാറ്റ് എവറി പേഴ്സൺ ഹാവ് ടു ബി എക്സ്പീരിയൻസ് ഇൻ ഹിസ് ലൈഫ്. അത് ഒഴിവാക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ലോസിങ് എ ജം പീസ്. സോ താങ്ക് യു. ഹലോ, എൻ്റെ പേര് അബ്ദുൽ ഹമീദ് എന്നാണ്. നമ്മൾ കുറേ ക്യാമ്പുകളിൽ പോയിരിക്കും, കുറേ കോച്ചിങ് ക്യാമ്പ്സ് എക്സെട്ര. പക്ഷേ ഈ PM ഫൗണ്ടേഷൻ ക്യാമ്പിനെ സ്പെഷ്യൽ ആക്കണമെന്ന് വെച്ചാൽ സബ്ജക്റ്റ് നോളജ് മാത്രമല്ല, ഇൻട്രാക്ഷൻ മാത്രമല്ല, പക്ഷേ ആക്ച്വലി ആ സബ്ജക്റ്റിനോട് പാഷൻ ഉള്ളവരാണ് വന്നേക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാനും അവരെ തന്നെത്താനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഫാക്കൽറ്റീസാണ് ഉള്ളത്. താങ്ക് യു. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഉത്തര. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. സത്യം പറയാലോ, ദിസ് ഇസ് വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ്. സത്യം പറയാലോ, 3 ദിവസം, അത് ഓരോ ദിവസവും പല പല സെഷൻസ്, അതും ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ, നമുക്ക് എങ്ങനെ നമ്മൾ ഭാവിയിലേക്ക് വേണ്ടി നമുക്ക് നമ്മളെ തന്നെ നമ്മുടെ ബെസ്റ്റ് വേർഷനായി പ്രസൻറ്റ് ചെയ്യാം. ശരിക്കും ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഞാനൊരു പുതിയ മനുഷ്യനായിട്ടാണ് തിരിച്ചു പോകുന്നത് തന്നെ പറയാം. അപ്പോൾ ഇത് എല്ലാവരും എൻജോയ് ചെയ്യണം. പിന്നെ ഫാക്കൽറ്റീസ്, ടു ബി ഫ്രാങ്ക്, അമേസിങ് എമിനൻറ്റ് പേഴ്സണാലിറ്റീസ് ആണ്. നമുക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ലെസൺസ് ആണ് അവർ ഓരോരുത്തരും തരുന്നത്. അത് വളരെ എൻഗേജിങ് ആയിട്ടുള്ള സെഷൻസ് ആയിരുന്നു. ആൻഡ് ടു ബി ഫ്രാങ്ക്, ഐ ഹാവ് ബെനിഫിറ്റഡ് എ ലോട്ട് ഫ്രം ദിസ്. സോ താങ്ക് യു. ഓക്കെ, അപ്പോൾ എൻ്റെ പേര് ആരോൺ. ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. ഈ ക്യാമ്പ് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു 3 ദിവസമായിരുന്നു. ആദ്യം ഞാൻ വന്നപ്പോൾ വിചാരിച്ചു ഞാൻ വളരെ സൈലൻ്റായിട്ട് മൂലയിൽ എവിടെയെങ്കിലും ഇരിക്കുന്നൊക്കെ ആയിരുന്നു. പക്ഷേ ഇവിടെ വന്നിട്ട് ഉണ്ടാക്കിയ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ 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 എന്താ പറയുക, വളരെ ഇമ്പാക്റ്റ് ആയ ഒരു കാര്യമാണ്. ഇവിടെ വന്നെടുത്ത ഓരോ സെഷൻസും സാറും മാഡം ഒക്കെ അത്രയ്ക്കും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഓരോ എടുത്തത്. പിന്നെ ഇവിടുത്തെ അക്കോമഡേഷൻ നൈസ് ആയിരുന്നു, ഫുഡ് എല്ലാം ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു. ഹലോ, എൻ്റെ പേര് നിരഞ്ജന. ഞാൻ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ GHSS വെള്ളൂരിലെ +1 സയൻസ് വിദ്യാർത്ഥിനിയാണ്. ഞാൻ ന്യൂസ് പേപ്പറിൽ കണ്ടിട്ടാണ് PM ഫെലോഷിപ്പിനെ പറ്റി അറിയുന്നത്. അങ്ങനെ ആപ്ലിക്കേഷൻ കൊടുത്ത് ഞാൻ എക്സാം എഴുതി സെലക്റ്റായി ഈ ക്യാമ്പിലേക്ക് വന്നത്. അങ്ങനെ ഞാൻ ഒരു ധാരണയും ഇല്ലാതെയാണ് ഈ ക്യാമ്പിലെത്തിയത്. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ക്യാമ്പ് ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. എനിക്ക് എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രോഗ്രാംസ് ഒന്നും എനിക്ക് അറിയുന്നുണ്ടായിട്ടാ. അങ്ങനെ പക്ഷേ ഇവിടെ വന്നപ്പോൾ തന്നെ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. എല്ലാവരും വളരെ സപ്പോർട്ടീവായിരുന്നു. ഫാക്കൽറ്റീസ്, പിന്നെ ഇവിടുത്തെ ഫുഡ്, സ്റ്റേയിങ് എല്ലാം വളരെ മികച്ചതായിരുന്നു. കൂടാതെ നമുക്ക് വലിയ വലിയ പേഴ്സണാലിറ്റീസിൻ്റെ ക്ലാസ് വളരെ ഇൻഫോർമേറ്റീവും, എല്ലാ ക്ലാസ്സും വളരെ എൻഗേജിങ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഞാനൊരു പബ്ലിക്കിന് മുമ്പിൽ സ്പീക്ക് ചെയ്യാൻ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്ന ഒരാളാണ്. ഇവിടെ വന്നപ്പോൾ എല്ലാവരും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ടപ്പോൾ എനിക്ക് ആദ്യം വളരെ ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ എങ്ങനെ ഇവരുടെ മുമ്പിൽ ഞാൻ എങ്ങനെ നിൽക്കാമെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ എല്ലാ ക്ലാസ്സസും കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വല്ലാത്തൊരു കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറച്ചുകൂടി ബെറ്റർ ആയൊരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചുകൂടി കോൺഫിഡൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കൂടാതെ ഒരുപാട് ഇൻഫർമേഷൻസ് എൻ്റെ ജീവിതത്തിൽ, കരിയറിലും എൻ്റെ ഫുൾ ലൈഫിൽ എനിക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ഇൻഫർമേഷൻസും ഒരുപാട് ഉപകാരം എനിക്ക് ഒരു ക്യാമ്പിനെ കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഒരുപിടി നല്ലൊരു മെമ്മറീസാണ് ഈ ക്യാമ്പ് എനിക്ക് നൽകിയത്. ഇവിടുത്തെ കൾച്ചറൽ പ്രോഗ്രാംസ്, ക്യാമ്പ് ഫയർ എല്ലാം വളരെ എൻജോയബിൾ ആയിരുന്നു. നല്ലൊരു മെമ്മറി ആയിട്ടാണ് ഈ ക്യാമ്പ് എനിക്ക് ഫീൽ ചെയ്തത്. താങ്ക് യു. എൻ്റെ പേര് വേദ. ഞാൻ കണ്ണൂർ ജില്ലയിലെ സെൻറ്റ് ട്രീസസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു വിദ്യാർത്ഥിനിയാണ്. ഇവിടെ വരാൻ പറ്റുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളാണ് ഞാൻ 106-മതായിരുന്നു ആ ലിസ്റ്റിൽ വെച്ച്. ആദ്യത്തെ 100 ആൾക്കാർക്കാണ് അവസരം ലഭിക്കുക എന്ന് പറഞ്ഞത്. ഇതെനിക്ക് വളരെ അപ്രതീക്ഷിതമായി വന്നു ചേർന്ന ഒരു അവസരമാണ്. ആൻഡ് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ഇവിടെ വന്ന് ചേർന്ന ദിവസം മുതൽ തന്നെ നമുക്ക് വലിയ വലിയ ആൾക്കാരുടെ ക്ലാസ്സുകളാണ് ലഭിച്ചത്. വന്ന ദിവസം തന്നെ ആയുഷ് ഗോയൽ സർ ഒരു IAS ഓഫീസറാണ്. ഇന്ന് നമുക്കൊരു IRS ഓഫീസറുടെ ക്ലാസ് ലഭിച്ചു. ഇതൊന്നും കേരളത്തിലെ മറ്റു പല വിദ്യാർത്ഥികൾക്കും ഒന്നും ലഭിക്കാത്ത ഒരു അവസരമാണ്. അതിനൊക്കെ PM ഫൗണ്ടേഷനോട് ഞാൻ വളരെയേറെ കടപ്പെട്ടിരിക്കുന്നു. പിന്നെ ഇവിടുത്തെ ഫുഡും സ്റ്റേയിങ്ങും ഹോസ്റ്റലും പിന്നെ ഫാക്കൽറ്റി മെമ്പേഴ്സും എല്ലാവരും വളരെ ഫ്രണ്ട്ലിയാണ്. നമുക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്ത് ആവശ്യമുണ്ടെങ്കിലും അവരോട് നമുക്ക് നേരിട്ട് പോയി സംസാരിക്കാനുള്ള ഒരു ഫ്രീഡം അവർ നമുക്ക് തന്നിരുന്നു. പിന്നെ ഇവാലുവേഷനായി നടത്തിയിരുന്ന കൾച്ചറൽ പ്രോഗ്രാമും ഇന്നലത്തെ ക്യാമ്പ് ഫയറും എല്ലാം ഒരു നല്ല ഓർമ്മയാണ്. എന്തു പറഞ്ഞാലും ഇവിടെ നിന്ന് പോകുമ്പോൾ നമുക്ക് കുറച്ച് നല്ല മെമ്മറീസും നല്ല കൂട്ടുകാരെയും നല്ലൊരു ഓർമ്മകളും ഈ ക്യാമ്പ് എനിക്ക് സമ്മാനിച്ചിരിക്കുന്നു.
അതിനെല്ലാം ഞാൻ വളരെയേറെ കടപ്പെട്ടിരിക്കുന്നു. നന്ദി.